ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഡേ 3 ആണ്. അപ്പം ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ റിസൾട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പം മെയ് മാസമൊക്കെയാണ്, അപ്പോൾ ഒരുപാട് റിസൾട്ട് വരുന്ന മാസമാണ്. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന, കുട്ടികളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പം എന്താ പിന്നെ ഇന്നത്തെ ടോപ്പിക് അത് റിലേറ്റഡ് ആയിക്കോട്ടെ എന്ന് തന്നെ വെച്ചു. അപ്പം ഈ മെയ്യിലാണ് 12th സ്റ്റേറ്റ് CBSE എല്ലാ റിസൾട്ടുകളും കാര്യങ്ങളും വരുന്നത്. അപ്പം ഏപ്രിൽ 10th റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. റിസൾട്ട് വരുമ്പോഴത്തേനും പൊതുവേ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ, എത്ര മാർക്ക് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഇതിലെത്തുമോ, പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ, റിലേറ്റീവ്സിൻ്റെ കമ്പാരിസൺ, അങ്ങനെ ഒരുപാട് എന്താ പറയുക ടെൻഷനായിരിക്കും ഈ ഒരു ടൈമിൽ. ഈവൻ എൻ്റെ കേസിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ 10th റിസൾട്ടിൻ്റെ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇതാണ് നിൻ്റെ ടേണിംഗ് പോയിൻ്റ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു 10th റിസൾട്ട് എന്ന് പറയുന്നത്. എന്നാൽ 12th എനിക്ക് അത്രയും പേടിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും 10th അത്രയും ഞാൻ പേടിച്ച് ഇരുന്നൊരു സമയം ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു ടൈമിൽ ടെൻഷൻ അല്ല വേണ്ടത്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, റിസൾട്ട് ഇതൊക്കെയാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. ഒരുപാട് കുട്ടികൾക്ക് ടെൻഷൻ കൊടുക്കാണ്ട്, ഒരുപാട് അവരെ സ്ട്രെസ് ചെയ്യാണ്ട്, അവർക്ക് അടുത്ത ലെവലിലോട്ട് എന്താണോ വേണ്ടത്, അല്ലെ എങ്ങനെയൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഓക്കെ ഇത്ര മാർക്കേ ഉള്ളൂ നിന്നെ ഞാൻ ഇതിനാണോ പഠിക്കാൻ വിട്ടത്, അല്ലെ നീ ഇത്രയ്ക്കാണോ, അങ്ങനെ പറഞ്ഞിട്ട് അവരെ കമ്പയർ ചെയ്യുന്നതിന് പകരം, അല്ലെ അവരെ കുറ്റപ്പെടുത്തേണ്ടതിന് പകരം, അവരിതുവരെ എത്തി, ഓക്കെ ഫൈൻ, അത് മതി, നിങ്ങൾക്ക് അടുത്ത ലെവലിൽ ഇനി എന്താണോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് നല്ല റിസൾട്ട് ഉള്ളവരുണ്ടാവാം. നല്ല റിസൾട്ട് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇനി അടുത്ത ലെവലിലായിട്ട് എങ്ങനെ ഫോക്കസ് ചെയ്യാം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്താ പറയുക പ്ലാൻ ചെയ്യാം എന്നുള്ളത് നോക്കുക. ഇനി കുറഞ്ഞ മാർക്ക് ആയിക്കോട്ടെ, ജസ്റ്റ് പാസ്സാണെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. എവിടാണോ നമുക്ക് തെറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ, അതൊന്നുകൂടെ റീപ്ലാൻ ചെയ്യുക, അടുത്തതിലോട്ട് ഫോക്കസ് ചെയ്യുക. റിഗ്രറ്റിൻ്റെ ആവശ്യമില്ല, നമ്മളൊന്നും കൂടെ റീസെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് പേരൻസിൻ്റെ സൈഡിൽ നിന്ന് വേണ്ടത് മാക്സിമം സപ്പോർട്ടാണ്. അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ ഫുൾ ഭാവി നിർണ്ണയിക്കുന്ന കാര്യമൊന്നുമല്ല. ജസ്റ്റ് അവരെന്താണോ പഠിച്ചത് അത് അവരെഴുതി, അതിനുള്ള റിസൾട്ട്, അത് അവരുടെ മെമ്മറി മാത്രമാണ് ആക്സസ് ചെയ്യുന്നത്, അവരുടെ പൊട്ടൻഷ്യൽ അല്ല. സോ ഈ ഒരു കാര്യത്തെ എപ്പോഴും മൈൻഡിലുണ്ടാവണം. റിസൾട്ട് ഇപ്പം അല്പം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അടുത്തൊരു ലെവൽ അത്ര മാത്രമേ ഈ റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഓവറായിട്ട് പ്രഷറൈസ് ചെയ്യാതെ, ഓവറായിട്ട് അവരെ സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുക, ഒന്നാമത്തെ കേസ്. ദെൻ ഈ കമ്പാരിസൺ പരിപാടി അങ്ങ് ഒഴിവാക്കുക. ആ കുട്ടിക്ക് ഇത്ര ഉണ്ട്, അല്ലെ നമ്മുടെ റിലേറ്റീവ്സിൽ തന്നെ കസിൻ, ആ കുട്ടിക്ക് 95% ഉണ്ട്, എനിക്ക് ഇത്ര ഉള്ളൂ, ഈ കുട്ടിക്ക് ഇത്ര ഉള്ളൂ, ആ ഒരു പറച്ചിൽ നിൽക്കുക. എല്ലാവരും ഡിഫറെൻ്റ് ആണ്, എല്ലാവരും യുണീക്കാണ്, എല്ലാവരുടെയും IQ ലെവലും ഡിഫറെൻ്റ് ആണ്. സോ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു അടുത്ത ലെവലിലോട്ട് പോകാനുള്ളൊരു ഒരു ഘട്ടം മാത്രം, അത്ര ആയിട്ട് കണ്ടാൽ മതി. ഇതൊരിക്കലും ഞാൻ പറഞ്ഞ പോലെ മെമ്മറി ജസ്റ്റ് നോക്കി അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ പൊട്ടൻഷ്യൽ അല്ല അസസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഡയറക്ഷൻ എങ്ങനെ വേണം എന്നതിനെ കൂടെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഈ ഒരു റിസൾട്ടിന് നമ്മൾ ഇതാക്കാൻ. അടുത്തൊരു അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്ഫുൾ ആവും. അതേപോലെ തന്നെ ഈ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെ അടുത്ത ലെവൽ, ഇനി ഇപ്പോൾ +2 കഴിഞ്ഞവരാണെങ്കിൽ അടുത്ത ഏത് കോഴ്സ് എടുക്കണം, ഇപ്പം എൻട്രൻസ് എക്സാംസ് ഒരുപാടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണിത്. പതിയെ അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പഠിച്ചാൽ കുട്ടികൾക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്നവരുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽപ്പ് തേടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇപ്പോഴേ ചെയ്തു തുടങ്ങാം. ഇനി വൺസ് നമ്മളൊരു കോഴ്സ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെ, അതിൻ്റെ ജോലി സാധ്യതകൾ, ഏതൊക്കെ കോളേജസ്, ബെസ്റ്റ് കോളേജസ് ഏതൊക്കെയാണ്, അതുപോലെ പ്ലേസ്മെൻറ്റുകളുള്ള കോളേജസ് ഏതൊക്കെയാണ്, അഫോർഡബിൾ ആയിട്ടുള്ള നല്ല കോളേജസുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വയ്ക്കുക. അല്ലാതെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നിട്ട് നമ്മൾ അടുത്തതെന്ന രീതിയിൽ നിൽക്കരുത്. എന്താണോ എന്നുള്ളത് മുന്നേ പ്ലാൻ ചെയ്ത് വെക്കുക. ഈ പറഞ്ഞ പോലെ അക്കാഡമിക് കാര്യങ്ങൾ. ദെൻ ഇനി നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പോവും. നേരെ മറിച്ചൊരു ലോ മാർക്സ് ആണ് കിട്ടുന്നതെങ്കിൽ കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ റിഗ്രറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഈ പ്രോസസ്സിങ് പകുതി നോക്കുക. ദെൻ അത് കളഞ്ഞു, നമുക്കിപ്പോൾ ആഗ്രഹിച്ചൊരു കോഴ്സ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അവിടെ റിഗ്രറ്റ് അടിച്ച് നിൽക്കാണ്ട് അടുത്തത് എന്താണോ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്
നോക്കുക. അതിനനുസരിച്ച് ബാക്കി പ്രിപ്പയർ പരിപാടിയും കാര്യങ്ങളും എല്ലാം ഇതിനൊപ്പം നടത്തുക. അപ്പം ഈ ഒരു സമയത്ത് പേരൻസിൻ്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരെയും ഹാൻഡിൽ ചെയ്യേണ്ട രീതി, അതേപോലെ ഈ പറഞ്ഞ പോലത്തെ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി എന്താ പറയുക, നമ്മുടെ ഫോക്കസ് എന്താണെന്നുള്ളത്, അല്ലെ കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ കുറേ പേരുണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചുകൊണ്ട് നീ ഇന്ന കോഴ്സേ പഠിക്കാവൂ, നിൻ്റെ ചേട്ടൻ ഈ കോളേജിലാണ് പഠിച്ചത് അതുകൊണ്ട് നീ ഈ കോളേജിലേ പഠിക്കാവുള്ളൂ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ നൈസായിട്ടൊന്ന് മാറ്റി വെച്ചേക്കുക. കാര്യം ഇപ്പോഴത്തെ കുട്ടികൾ കുറേ കൂടെ ഫോർവേഡ് തിങ്കിങ് ആണ്. അവർക്ക് വേണ്ടത്, അവർക്ക് ഇഷ്ടമുള്ളത് അവർക്കുണ്ട്, അവർക്ക് ഒരു അഭിപ്രായം ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ പാരൻസും കൂടെ തയ്യാറാവണം. അപ്പം കോഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അവരന്വേഷിച്ച പോലെ തന്നെ കോളേജ് കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങളും കൂടെ നോക്കുക. ഈ ഒരു സ്ഥിരം പാറ്റേണിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് അവർക്ക് എന്താണ് പഠിക്കാൻ ഇഷ്ടമുള്ളതെന്ന് അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക. അതിൽ അവർക്ക് എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും, അതിൽ ഏതൊക്കെ മെത്തേഡ്സ് നമുക്കെടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇനി വരുന്ന റിസൾട്ടിന് ആർക്കും ടെൻഷൻ എന്നുള്ള കാര്യം നോർമലാണ്. അത് നോർമലൈസ് ചെയ്ത് തന്നെ കാണുക. ഒരുപാട് പാനിക് ആവാണ്ട് റിസൾട്ടിനെ ഒത്തിരി വറി ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.